കിസ്സ എന്ന നാടകവും അതിലെ രംഗങ്ങളും സദാചാരവാദികളെ പൊള്ളിക്കുകയാണ്. നാടകത്തിനെതിരെ നടക്കുന്ന സൈബർ വേട്ടയ്ക്ക് മറുപടി നൽകാൻ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. അതുകൊണ്ടാണ് നാടകം നാളെ വീണ്ടും തൃശൂരിലെ പൊതുസമ്മേളന വേദിയിൽ അവതരിപ്പിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അധിക്ഷേപങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമെന്നും നാടകം എത്തേണ്ടയിടങ്ങളിൽ എത്തിയെന്നും നടി ചിന്നു ചിലങ്ക പറഞ്ഞു. നാടക പ്രവർത്തകരെ പിന്തുണച്ച സാംസ്കാരിക മന്ത്രി പി.സി. വിശ്വനാഥ് പരാതി ലഭിച്ചാൽ പാർട്ടി നോക്കാതെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. ഇപ്പോഴും ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുകൂടി ഈ നാടകത്തിൻ്റെ പ്രസക്തി വിളിച്ചു പറയുന്നുണ്ട്. തികച്ചും സദാചാരത്തിൻ്റെ കണ്ണിൽ കൂടി അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ഡിവൈഎഫ്ഐ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. ആ നാടകം ഞങ്ങളുടെ പൊതുസമ്മേളന വേദിയിൽ നാളെ പ്രദർശിപ്പിക്കും എന്നുകൂടി ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുകയാണ്. ഇതിനെ കൃത്യമായി രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഞാനെന്ന വ്യക്തിയല്ല അവരുടെ പ്രശ്നം, ഞാൻ പറഞ്ഞ രാഷ്ട്രീയമാണ് അവരുടെ പ്രശ്നം. ഞാൻ കൃത്യമായ രാഷ്ട്രീയ നാടകങ്ങൾ ചെയ്യുന്ന നാടകക്കാരിയാണ്. എൻ്റെ ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് എൻ്റെ ശബ്ദവും എൻ്റെ ശരീരവും തന്നെയാണ്. അതിനെ സദാചാര ബോധത്തോടെ കാണുന്നത് ചരിത്രബോധമില്ലായ്മയുടെ പ്രശ്നം മാത്രമാണ്. വേദനിപ്പിക്കുന്നില്ല. എൻ്റെ ആശയം കൃത്യമായി എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഒരു നാടകം, ആ നാടകത്തിൻ്റെ പ്രമേയത്തിനനുസരിച്ചിട്ടാണ് കലാകാരന്മാർ വേദിയിലേക്ക് വരുന്നത്. അതിനെ ഏതെങ്കിലും രൂപത്തിൽ മോശമായി ചിത്രീകരിക്കുന്നതിനോട് ഞങ്ങൾ ആരും യോജിക്കുന്നില്ല. വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ അത് ആ കലാകാരന്മാരോടൊപ്പമാണ് സർക്കാരുള്ളത്.